അറിയിക്കുക, അതൊന്നും ചെയ്തില്ല. അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് വിളമ്പുകയാണ് ചെയ്തത്. അതല്ലാതെ മാധ്യമങ്ങളും മാസങ്ങളും നമുക്കറിയാം, മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് ആരുടെയെങ്കിലും പ്രേരണയാൽ വെളിപ്പെടുത്തൽ നടത്തുന്നതിന് അതിന് പറയുന്ന പേരെന്താണെന്ന് എനിക്കറിയാം, കച്ചവടം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരൊന്നും അതിജീവിതമാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിന് ശേഷം മറ്റൊരു സ്ത്രീയുടെ പേരിൽ ചാനലിൽ വന്ന വെളിപ്പെടുത്തൽ രാഹുൽ എന്നെ പീഡിപ്പിച്ചുവെന്നും ഗർഭിണിയാക്കിയെന്നും ഗർഭഛിദ്രം നടത്താൻ ശ്രമിച്ചുവെന്നും ഒക്കെ നമ്മൾ കേട്ടതാണ്. സത്യത്തിൽ നമുക്കറിയാം, എത്രയോ വനിതകൾ ഇവിടെ പറഞ്ഞു വേണ്ടായി, വനിതാ അഭിഭാഷകർ പറഞ്ഞു, ഒരു പുരുഷൻ മാത്രം ശ്രമിച്ചാൽ എങ്ങനെ ഒരു പീഡനം ഉണ്ടാവും, എങ്ങനെ ഒരു ഗർഭധാരണം ഉണ്ടാവും? അപ്പോൾ ഈ രണ്ടു കൂട്ടരും അല്ലെങ്കിൽ ഉഭയസമ്മതപ്രകാരമാണ് ഈ സംഭവങ്ങളൊക്കെ നടത്തിയത് എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. അപ്പോൾ എന്നാൽ ആ സ്ത്രീ ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീ അവിടെ ഞാനും ആ ടെലിവിഷനിൽ സംഭാഷണം കേട്ടപ്പോൾ ഏതോ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അവിവാഹിതയായ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ ഉപയോഗിച്ചു എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇവിടെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഇവിടെ അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് അവർ വിവാഹിതയാണെന്നും പ്രായപൂർത്തിയായ ആളാണെന്നും നമുക്ക് ബോധ്യമായത്. നമുക്കറിയാം, ഇവിടെ ഇന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാം, ലൈംഗിക വിദ്യാഭ്യാസം സ്കൂൾ തലം മുതൽ കൊടുക്കുന്ന കാലഘട്ടത്തിൽ ഇത്രയും അല്ലെങ്കിൽ പ്രായപൂർത്തിയായ വിവാഹിതയായ ഒരു സ്ത്രീക്ക് എങ്ങനെ പീഡനമാണെന്ന് അല്ലെങ്കിൽ പീഡനം തിരിച്ചറിയാൻ പറ്റാതെ വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം, ആ സ്ത്രീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം നിരപരാധിയായ ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് പിന്നീട് പറയേണ്ടി വരും. അതായത് ഇപ്പോൾ കോടതി നിശ്ചയിക്കട്ടെ, നമുക്ക് രാഹുൽ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. ഇപ്പോൾ രാഹുലിനെ വിമർശിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ രാജ്യത്ത് ഈ സമീപകാലത്തല്ല, ഒരു 10-20 വർഷമൊക്കെ ആയാലും 15 വർഷമൊക്കെയാണ് ഈ സമൂഹ മാധ്യമങ്ങൾ, ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പഴയ കാലത്തുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പല നേതാക്കന്മാരും ഇപ്പോൾ ഉണ്ടെന്ന് വെച്ച് ഇറങ്ങി വരേണ്ട കാലം കഴിഞ്ഞു. അപ്പോൾ അന്നൊന്നും ഈ മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പലരും രക്ഷപ്പെട്ട് പോയിക്കുന്നത്. ഇപ്പോൾ ഈ വിമർശിക്കുന്ന ആളുകൾ പലരും, ഞാൻ അതിനെക്കുറിച്ച് ആരെയും പേരെടുത്ത് പറയാനായിരിക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും, അതായത് കോൺഗ്രസ് എന്നില്ല, കേരള കോൺഗ്രസ് എന്നില്ല, BJP എന്നില്ല, CPM എന്നില്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ പറഞ്ഞ കാര്യത്തെ ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. ഇപ്പം നമുക്കറിയാം, പണ്ടത്തെ അതിജീവിത എന്ന സോളാർ നായികയും പുസ്തകം എഴുതി പീഡനം വ്യക്തമാക്കിയ ശിവശങ്കരൻ്റെ കാമുകിയും ഒക്കെ പറഞ്ഞത് ശരിയാണെങ്കിൽ രാഹുലെ നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൊട്ട് മുൻപ് പറഞ്ഞ അല്ലെങ്കിൽ അതിജീവിതമാരെ പോലെ പുരുഷനെ വെട്ടിൽ വീഴ്ത്തി ജീവിക്കുവാനും പണം സമ്പാദിക്കുവാനും ഇനിയും പലരും സമീപിക്കാം. പക്ഷേ ദയവായി അതിൽ വീണു പോകാതിരിക്കാൻ ഇനിയെങ്കിലും രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ചെറുപ്പക്കാർ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. എന്താണ് പീഡനമെന്നറിയാത്ത വിവാഹിതരായ അല്ലെങ്കിൽ അവിവാഹിതരായ കുട്ടികൾക്ക് ഒരു കോച്ചിങ് ക്ലാസ് എടുക്കുവാൻ ഇപ്പോഴത്തെ ഈ അതിജീവിതമാരെല്ലാം കൂടെ ഒന്ന് തയ്യാറായാൽ പല പെൺകുട്ടികളും രക്ഷപ്പെടും, ആൺകുട്ടികളും രക്ഷപ്പെടും. അപ്പോൾ ഈ പറഞ്ഞ രാഹുൽ അശ്ലീല സന്ദേശം അയച്ചു എന്ന് പറഞ്ഞ് ഷാഫി പറമ്പിലിന് വാട്സപ്പ് മെസ്സേജ് അയച്ച പുതിയൊരു അതിജീവിത കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷാഫിക്ക് അയച്ച മെസ്സേജ് അതിന് തൃപ്തികരമായ മറുപടി ആയിരിക്കില്ല ഒരുപക്ഷെ അവർക്ക് ലഭിച്ചത്. അവർ പ്രതീക്ഷിച്ച മറുപടി ആയിരിക്കില്ല ഒരുപക്ഷെ കിട്ടിയതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അവരും പരാതിയൊന്നും കൊടുത്തില്ല, അവരുടെ പാർട്ടിയിലും പരാതി കൊടുത്തില്ല, ഈ പറഞ്ഞതുപോലെ പോലീസിലും പരാതി കൊടുത്തില്ലെന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ സംഭവം. അപ്പോൾ ഇത്തരം ആളുകൾക്കൊക്കെ നമ്മൾ ചാർത്തുന്ന അതിജീവിത എന്ന പേരിൽ നിന്നും അത് മാറ്റി എന്നത് മാറ്റി മറ്റൊരു പേരിടാൻ നമ്മുടെ ഇവിടുത്തെ പൊതുസമൂഹം തയ്യാറാവണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. അതിജീവിതമാരെ നമുക്ക് അതീതമാരായിട്ട് കാണണം. പീഡിപ്പിക്കപ്പെട്ട ആരെങ്കിലും മനഃപൂർവ്വം ബോധപൂർവം ഒരു സ്ത്രീയെ അപമാനിച്ചാൽ നിർബന്ധമായും അയാളെ ജയിലിൽ അടയ്ക്കണം, ഒരു സംശയവും വേണ്ട. അപ്പം ഏതായാലും ഇനിയെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത ഈ പറഞ്ഞ ആളുകളോട്, ഈ ഫോണിൽ കൂടെ ചാറ്റ് വന്ന ആളോട് പറയും, ഇനി ഇഷ്ടമില്ലാത്ത ഒരാളുടെ ചാറ്റ് നമുക്ക് ലഭിച്ചാൽ അപ്പോൾ തന്നെ അത് ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിന് മേൽ ശല്യം ഉണ്ടാക്കിയാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പോലീസുണ്ടല്ലോ, പോലീസിൽ പരാതി കൊടുത്ത് അവരെ അന്നേരം ജയിലിൽ അടയ്ക്കാനുള്ള ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.